അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ 266 പേരുടെ മരണം ആണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരണസംഖ്യ 290 മുകളിൽ വരെ പോകാം എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന കണക്കുകൾ അല്ല. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ ആരുടേത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി DNA പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. അപകട കാരണം അന്വേഷിക്കുന്ന വിദഗ്ധ സംഘം സംഭവസ്ഥലത്ത് എത്തി അന്വേഷണവും ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, മരണസംഖ്യ ഉയരുന്നു, കൂടുതൽ മരണങ്ങൾ ഉണ്ട് എന്ന സൂചനകൾ ആണ് പുറത്തുവരുന്നത്. ഒപ്പം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഭിലാഷ, മരണസംഖ്യ ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് 265 എന്നാൽ അനൗദ്യോഗികമായി വരുന്ന റിപ്പോർട്ടുകളും അവിടെ നിന്നുള്ള വിശ്വസിക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകളൊക്കെ 290 മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം മരണത്തിൻ്റെ എണ്ണം സംബന്ധിച്ചപ്പോഴും ഔദ്യോഗികമായി സർക്കാരിൻ്റെ സ്ഥിരീകരണം വന്ന ശേഷമാണ് നമ്മൾ നൽകേണ്ടത്. അതുകൊണ്ടാണ് 265 എന്ന കണക്കിലേക്ക് വരുന്നത്. 242 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് അത്ഭുതം എന്ന് പറയാൻ കഴിയില്ല, അത്യത്ഭുതത്തിൽ രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ. അതിനുശേഷമുള്ള 241 പേരും അവർ എല്ലാവരും തന്നെ 230 യാത്രക്കാരിൽ 229 യാത്രക്കാർ, 10 ക്യാബിൻ ക്രൂ മെമ്പേഴ്സ്, 2 പൈലറ്റുമാർ, അങ്ങനെ 241 പേർ മരിച്ചു. 10 മെഡിക്കൽ വിദ്യാർത്ഥികളും ഈ വിമാനം തകർന്നു വീണ ജെ മെഡിക്കൽ കോളേജിൻ്റെ മെസ്സിൽ ഉണ്ടായിരുന്ന 10 വിദ്യാർത്ഥികൾ MBBS വിദ്യാർത്ഥികളാണ്. അവരാണ് മരണമടഞ്ഞ 10 പേർ. അവർ മരണമടഞ്ഞു. പിന്നീട് 14 പേർ കൂടി മരിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിലുണ്ടായിരുന്ന ഓഫീസ് ജീവനക്കാരോ അല്ലെങ്കിൽ മെസ്സിലെ ജീവനക്കാരും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ, ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ചിലപ്പോൾ അവിടുത്തെ ജീവനക്കാരോ പുറത്തു നിന്നുള്ള ആളുകളും ഒക്കെ ആ കെട്ടിടത്തിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം, കെട്ടിടത്തിന് താഴെയും ഒക്കെ ഉണ്ടായിരിക്കാം. അവരെല്ലാം ഈ വൻ അഗ്നിഗോളമായിട്ടാണ് ഈ വിമാനം മാറിയത്. വിമാനം തകർന്ന് കെട്ടിടത്തിലിടിക്കുന്നു. കെട്ടിടത്തിന് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വിമാനം എത്തുന്ന അവസ്ഥ. ഒരു കോൺക്രീറ്റ് കെട്ടിടം, ബൃഹത്തായ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന് ഒരു ഭാഗം തുളച്ച് മറുഭാഗത്തേക്ക് എത്തുക എന്നുള്ള അവസ്ഥ ആലോചിക്കണം. അത്രത്തോളം കടുത്ത ആഘാതമുള്ള ഇടിയായിരുന്നു. വിമാന ഭാഗങ്ങൾ തെറിച്ചു ചിന്നിച്ചിതറി പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. കെട്ടിട ഭാഗങ്ങൾ ചിന്നിച്ചിതറി പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനം ഒരു തീഗോളമായി മാറുന്നു. ഒരു ഫർണസ് പോലെ പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ. 1 മണിക്കൂറോളം നേരം ഫർണസിൽ എങ്ങനെയാണോ വിട്ടുപോകുന്ന ആ മട്ടിലാണ് പ്രവർത്തിച്ചത്. ജീവൻ ഉണ്ടായിരുന്നവരോ അല്ലെങ്കിൽ പരിക്കുകളോട് രക്ഷപ്പെടുമായിരുന്ന മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാവരും മരണപ്പെട്ടത് എല്ലാം ഇങ്ങനത്തെ ഈ തീയിലാണ്, ഈ തീപിടുത്തത്തിലാണ്. അത് സാധാരണ ഒരു തീപിടുത്തം പോലെയല്ല, ഒരു സ്ഥലത്ത് തീപിടിച്ച് പതിയെ തീപിടിക്കുന്ന പോലെയല്ല, ഇതൊരു ബോംബ് പൊട്ടുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. വിമാനത്തിലുണ്ടായിരുന്ന ഈ 12 മണിക്കൂർ യാത്ര ചെയ്യാൻ ആവശ്യമായ ഫ്യൂവൽ അതിനകത്തുണ്ടായിരുന്നു. ആ ഫ്യൂവൽ ആണ് തീപിടിക്കുന്നതെന്ന് ആലോചിക്കണം. അങ്ങനെയാണ് പെട്ടെന്ന് ഇത് ഒരു വൻ അഗ്നിസ്ഫോടനമായി തന്നെ അത് മാറിയത്. അവിടെ നിരവധി മനുഷ്യരുടെ വെന്ത് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരുടെയും മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയത് ചിലരുടെ കൈകളും കാലുകളും തലയും ഉടലും ഒക്കെ പലതായിട്ടാണ് കിട്ടിയത്. ആരുടേതാണ് എന്നൊക്കെ കണ്ടെത്തുക, അത് എത്ര പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുക, അത് വലിയ ഇനി DNA പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ഇപ്പോൾ ഒരാളുടെ ശരീരഭാഗം കണ്ടെത്തിയെങ്കിൽ ചിലപ്പോൾ മറ്റു ശരീരഭാഗം കണ്ടത് അയാളുടെ തന്നെ ആവാം, മറ്റൊരാളുടേതൊക്കെ ആവാം. അതുകൊണ്ട് എത്ര പേരുടെ ശരീരഭാഗങ്ങൾ കിട്ടിയെന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാലും ഇപ്പോൾ ഇനി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ആണോ എന്നൊക്കെ സംശയിക്കുന്ന ശരീരഭാഗങ്ങൾ അതെല്ലാം കൂടി ചേർത്തുമൊക്കെയാണ് ഈ 290 എന്നുള്ള കണക്കുകളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇനി പ്രധാനമായി നടക്കുന്നത് DNA പരിശോധനയാണ്. DNA പരിശോധന ഇപ്പോൾ 6 പേരുടെ DNA പരിശോധനയാണ് പൂർത്തിയായത്. അങ്ങനെ ആ 6 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അത് കാര്യമായ പരിക്കുകളില്ലാത്ത അല്ലെങ്കിൽ മുഖം കണ്ടും അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കണ്ടും തന്നെ കാര്യമായ വലിയ പരിശോധനകളൊന്നും ഇല്ലാതെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങളാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് കൈമാറിയത്. ചില മൃതദേഹങ്ങൾ കൂടി അങ്ങനെ കാര്യമായ പരിശോധനകളില്ലാതെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലേക്കുള്ള മൃതദേഹങ്ങൾ കൂടി ഉണ്ട്. എന്നാൽ മറ്റ് ചില മൃതദേഹങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല. പൂർണ്ണമായും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യ ശരീരം അങ്ങനെ തന്നെ അല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായും വീട്ടുകാരുടെ അവരുടെ എല്ലാം ബന്ധുക്കൾ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 215 പേർ, ഇത്രയും ആളുകൾ ഈ വിമാനയാത്രികരോടാണ് ബന്ധുക്കൾ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിലുമാണ്. മറ്റുള്ളവരെ ഇനി ആരാണ് മരിച്ചത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം മാത്രമേ അത്തരം ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കാൻ കഴിയൂ എന്നതുകൂടിയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ദുർഘടമാക്കുന്നത് എന്നതുകൂടി ആലോചിക്കണം. ഇതിൽ 215ഓളം പേർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ DNA സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ DNA സാമ്പിളുമായി മൃതദേഹ അവശിഷ്ടങ്ങളുടെ ഓരോന്നിൻ്റെതായി DNA സാമ്പിൾ എടുക്കും. അങ്ങനെ ഈ 2 സാമ്പിളുകൾ തമ്മിൽ പരിശോധിക്കുമ്പോൾ യോജിക്കുന്ന സാമ്പിളുകളാണെങ്കിൽ തിരിച്ചറിയും ഇത് ഇന്നയാളുടെ മൃതദേഹമാണ്, വിമാനയാത്രികരിൽ ഉള്ള ഇന്നയാളുടെ മൃതദേഹമാണ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഇന്നാളുടെ മൃതദേഹ ഭാഗങ്ങളാണ് എന്ന് തിരിച്ചറിയും. അത് ഇനി ശരീരഭാഗങ്ങളെ ഉള്ളെങ്കിൽ മറ്റു ഭാഗങ്ങളുമൊക്കെ പരിശോധിക്കേണ്ടി വരും. അതൊരു വലിയ പ്രോസസ്സാണ്. ശാസ്ത്രീയമായ അത്തരമൊരു പരിശോധനയിലൂടെ മാത്രമാണ് ഈ വിമാനയാത്രികരെ തിരിച്ചറിയാൻ കഴിയുക. അതിനുശേഷം വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ മരണപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്ന ശരീരാവശിഷ്ടങ്ങളുണ്ട്. പക്ഷേ അത് ആരുടേതാണെന്ന് അറിയില്ല. കാണാതായി എന്ന് പറയുന്ന നിരവധി പരാതികൾ അവിടെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവർ, അവിടെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുണ്ടായിരുന്നവർ, അവരെ കാണാതായി. പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ലഭ്യമായി തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങളിലൊന്നും അവരുടെ മൃതദേഹം ഇല്ലാതിരിക്കുന്നൊരവസ്ഥ. അങ്ങനെയുള്ളവരുടെയൊക്കെ ഇനി ഈ മൃതദേഹ ഭാഗങ്ങളൊക്കെ പരിശോധിച്ച് ഈ കാണാതായി എന്ന് പറയുന്ന ആളുകളുടെ ബന്ധുക്കളുടെ DNA എടുത്ത് അതുമായി ചേർന്ന DNA മൃതദേഹങ്ങളുണ്ടോ എന്ന് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മരണം സ്ഥിരീകരിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു പ്രയാസം കൂടി എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരാൾ മരണപ്പെട്ടു പോകുന്നതിൻ്റെ ദുഃഖം എത്രത്തോളം വലുതാണെന്നറിയാം. മരണപ്പെട്ടു കഴിഞ്ഞാലെങ്കിലും മൃതദേഹം അവസാന നിമിഷം ആയിട്ടെങ്കിലും ഒന്ന് കാണുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിലൊരു അന്തിമ ഉപചാരം അർപ്പിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായ എല്ലാവരുടെയും ബന്ധുക്കളുടെയും ഉറ്റവരുടെയും ഒക്കെ ഒരു വലിയ വൈകാരികതയാണ്. തീർച്ചയായും കിരണി സൂചിപ്പിക്കുന്നത് പോലെ മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ ഒക്കെ വിട്ടു നൽകുക എന്നതാണ് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടം എന്നതാണ്. നമുക്ക് ഇന്നിപ്പോൾ മന്ത്രി വീണ ജോർജിൻ്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുമ്പോൾ DNA പരിശോധനയൊക്കെ നടത്തി ശരീരഭാഗങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അതിന് വലിയ സമയമെടുക്കും. ഏതാണ്ട് 72 മണിക്കൂറിൽ അധികം എന്നാണ് മിനിസ്റ്റർ തന്നെ പറയുന്നത്. ഇതിപ്പോൾ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഉള്ളവർ ഉണ്ട്, വിദേശികൾ ആയിട്ടുള്ള ആളുകളുണ്ട്. 70ഓളം പേർ വിദേശികൾ ആണ്. അവിടുത്തെ ആളുകളെയും തിരിച്ചറിയണമെങ്കിൽ അത്തരം പരിശോധനകൾ ആവശ്യമാണല്ലോ. അപ്പോൾ വളരെ വിപുലമായ നടപടിക്രമങ്ങൾ ആണ് ഇതിൻ്റെ ഭാഗമായി വേണ്ടത്. കേന്ദ്രമന്ത്രിമാർ അടക്കം ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ ആഭ്യന്തരമന്ത്രി അപകട സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടുണ്ട്. വ്യോമയാന മന്ത്രി അടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണോ ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്? അതെ അഭിലാഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ഇത്തരമൊരു പരിശോധനയ്ക്ക് കൂടുതൽ സമയമെടുക്കും എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരുടെയും അങ്ങനെ അത്രയും സമയം എടുക്കണം എന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നതിന് മാത്രമാണ് അങ്ങനെ വിശദമായ ഒരു പരിശോധനയൊക്കെ ആവശ്യമായി വരുന്നത്. അല്ലാതെയുള്ള മൃതദേഹങ്ങൾ, അല്ലാതെ തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങളൊക്കെ ഉണ്ട്. ആ മൃതദേഹങ്ങളൊക്കെ ഇപ്പോൾ ഈ 6 പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയതുമൊക്കെ അങ്ങനെയാണ്. അങ്ങനെയുള്ള മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുണ്ട്. പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അത്തരം വലിയ പരിശോധനകളിലേക്കുമൊക്കെ പോകേണ്ടി വരുന്നത്. ചില ശരീരഭാഗങ്ങളാണെങ്കിൽ അത് പുരുഷൻ്റെതാണോ സ്ത്രീയുടേതാണോ എത്ര പ്രായമുള്ള ആളുടേതാണോ എന്ന പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ചിലപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള അതീവ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ ബന്ധുക്കൾക്ക് നൽകുക എന്നുള്ളത് വലിയ പ്രോസസ്സാണ്. നേരത്തെ മന്ത്രി തന്നെ പറഞ്ഞതുപോലെ ചിലപ്പോൾ 72 മണിക്കൂറും അതിന് മേലെയൊക്കെ താമസിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എത്രയും വേഗത്തിൽ തന്നെ ഇന്നലെ തന്നെ ബന്ധുക്കളോട് ഇന്നലെ തന്നെ ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും 2 വിമാനങ്ങൾ അഹമ്മദാബാദിലേക്ക് അയച്ചിരുന്നു. അവിടെ നിന്ന് തന്നെ അവർക്ക് ബന്ധുക്കളുടെ DNA സാമ്പിൾ എടുക്കാൻ വേണ്ടി, ഇനി ആരെങ്കിലും വരാത്തതുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് തന്നെ സാമ്പിൾ എടുത്ത് അയക്കാനുള്ള സംവിധാനങ്ങളുമൊക്കെ ബദൽ സംവിധാനങ്ങളുമൊക്കെ എന്തായാലും ഒരുക്കുന്നുണ്ട്. എത്രയും വേഗത്തിൽ അത് ബന്ധുക്കളുടെ DNA സാമ്പിൾ കിട്ടിയെങ്കിൽ മാത്രമേ ഈ 2 മൃതദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന DNA സാമ്പിളുമായി അത് യോജിക്കുന്നുണ്ടോ എന്നത്. ഇപ്പോഴും മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ഈ കത്തിക്കരിഞ്ഞ ഭാഗത്ത് നിന്ന് തെരച്ചിൽ തുടരുകയാണ്. നമ്മൾ ആലോചിക്കണം, ഇത് ഒരു ഫർണസ് പോലെ നിന്ന് 1 മണിക്കൂറോളം കത്തിയതാണ്. അപ്പോൾ പലപ്പോഴും ചാരമായി പോയിട്ടുണ്ടാവും പല സാധനങ്ങളുമൊക്കെ, വസ്തുക്കളിലടക്കം ഈ ലഗേജുകളിലടക്കം അങ്ങനെയുള്ളത് പോലും ചാരമായി പോയതുമൊക്കെ ഉണ്ട്. വിമാന ഭാഗങ്ങളൊക്കെ ചാരമായി പോയതുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ കാര്യമൊക്കെ ആലോചിക്കണം. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ, അതീവ പ്രയാസകരമായ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ആളിനെ കാണാതായെങ്കിൽ ആ കാണാതായവരുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ വിമാനയാത്രികരാണെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണ്. അതിൻ്റെ പേരിൽ അവർക്ക് മരണമടഞ്ഞു എന്ന് തീരുമാനിക്കാം. പക്ഷേ വിമാനയാത്രികരല്ലാത്ത ആളുകളൊക്കെ ഈ സ്ഥലത്തുണ്ട്, ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന ആളുകൾ, ഈ കെട്ടിടത്തിൻ്റെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ, ഈ തീ പടർന്ന് വീണ് മരണമടഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ തെറിച്ച് വീണ് ആ വിഷ്വലൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ വിഷ്വലൊക്കെ വളരെ കൃത്യമായി തന്നെ കാണാം. ഈ ഒരു കെട്ടിടം സമീപത്തെ ഒരു കെട്ടിടത്തിലേക്കുമൊക്കെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, വിമാന ഭാഗങ്ങളൊക്കെ തെറിച്ച് വീണതൊക്കെയാണ്. ആ ഒരു വലിയൊരു കോമ്പൗണ്ടിൽ നിൽക്കുന്ന പല സ്ഥലങ്ങളിലേക്കൊക്കെയാണ് തെറിച്ച് വീണ് അവിടെയെല്ലാം അഗ്നിഗോളമായി മാറുകയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആളുകൾ നിന്നിരുന്നോ, അല്ലെങ്കിൽ അവിടെ ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ആരായിരുന്നു നിന്നിരുന്നത്, അത് അത്തരം കാര്യങ്ങളിലൊക്കെ ഇനി വലിയ പരിശോധനകളും ഒക്കെ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ. തീർച്ചയായും ഇതിലിപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ട സമയമല്ല. അതിന് കൂടുതൽ പരിശോധന, പ്രത്യേകിച്ച് ബ്ലാക്ക് ബോക്സ് അടക്കം ലഭിച്ച് അതിൽ അടക്കം നടത്തുന്ന പരിശോധനകളുണ്ട്. ഒപ്പം
ഈ അപകടത്തിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. 242 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 230 യാത്രക്കാരും 12 ക്രൂ മെമ്പേഴ്സും ആണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് ശേഖരിക്കുന്ന ഡേറ്റകൾ ഒപ്പം സാങ്കേതികമായുള്ള പരിശോധന അതൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും കിരൺ? അഭിലാഷ്, ഇനി ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാനുഷികമായ ഒരു വശമാണ്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ, ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു മാനുഷികമായ രീതിയിലുള്ള ഇനി അപകടത്തിന് അതിനപ്പുറത്തേക്ക് ഇനി രാജ്യത്തിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി. പ്രത്യേകിച്ച് അപകടമുണ്ടായത് ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന വിമാന കമ്പനികൾ, വിമാന മോഡലുകൾ ഒന്നാണ് ഈ വിമാനം. പ്രത്യേകിച്ച് ഈ വൻ വ്യവസായികളൊക്കെ ചിലരൊക്കെ പ്രത്യേക വിമാനത്തിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനത്തിൽ മാത്രമേ കയറൂ എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന വലിയ വ്യവസായികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ പോലും യാത്രയ്ക്ക് ആശ്രയിക്കുന്ന ഒരു വിമാനമായിരുന്നു ബോയിങ് ഡ്രീം ലൈനർ. അതുകൊണ്ട് തന്നെ ആ ഒരു വിമാനത്തിന് ആണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. 14 വർഷമായി ഈ വിമാനത്തിൻ്റെ ഈ മോഡൽ വന്നിട്ട് ഈ 14 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു അപകടം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നത് ആലോചിക്കണം. പല ഘട്ടത്തിലും ഇതിൻ്റെ സുരക്ഷാ പാളിച്ചകൾ സംബന്ധിച്ച് അവിടുത്തെ വിസിൽ ബ്ലോവർമാരായ 2 എഞ്ചിനീയർമാർ തന്നെ പറയുകയും അമേരിക്ക അടക്കം അന്വേഷണം നടത്തുകയും ബോയിങ് കമ്പനി തന്നെ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കാലത്ത് അതിൻ്റെ വിൽപ്പനയൊക്കെ നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും അത് സുരക്ഷിതമാണ് എന്ന് കണ്ടെത്തലാണ് ഉണ്ടായത്. അത്തരം കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വീണ്ടും സ്വാഭാവികമായും അന്വേഷിക്കേണ്ടി വരും. എന്തായാലും അപ്പോഴൊന്നും ഒരിക്കലും ഒരു അപകടം ഉണ്ടായിട്ടില്ല ഈ വിമാനത്തിന്. 2 എഞ്ചിനാണ്. ഒരു എഞ്ചിന് പ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ സ്റ്റക്കായി പൂർണ്ണമായി നിലച്ചാൽ പോലും മറ്റേ എഞ്ചിന് തൊട്ടടുത്ത വിമാനത്താവളത്തേക്ക് ഇറക്കാൻ കഴിയുമെന്നല്ല, അതിനെ 15,000 അടി വരെ ഉയരത്തിലേക്ക് വരെ കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്താണ് ഒരു എഞ്ചിൻ തകരാറിലാകുന്നെങ്കിലും മറ്റേ എഞ്ചിൻ കൊണ്ട് 15,000 അടി ഉയരത്തിൽ വരെ എത്തിക്കാനടക്കം കഴിയുന്നതാണ്. ഇതിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഒരു എഞ്ചിൻ തകരാറായി പോലും വിമാനത്തിന് യാതൊരു കുഴപ്പവുമില്ലാതെ, യാത്രക്കാർക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ യാത്ര ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു വിമാനമായിരുന്നു. അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും, അതോടൊപ്പം തന്നെ വിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അത് തന്നെ ഓട്ടോ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വിമാനത്തിലുള്ള അത്തരം എല്ലാ സംവിധാനങ്ങളുള്ള ഒരു വിമാനമാണ്. അത്തരം ഒരു വിമാനം തകർന്നു വീണപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്തേണ്ടത് അത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ബോയിങ് കമ്പനിയുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ബോയിങ് കമ്പനിയുടെ ഈ വിമാനം ഏകദേശം 1300ഓളം വിമാനങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. അതിലേറെ വിമാനങ്ങൾ അവർ വിറ്റിട്ടുണ്ട്. തീർച്ചയായും അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആകാശയാത്രകളിലെ അവസാന വാക്ക് എന്ന് തന്നെ ബോയിങ് കമ്പനിയെ നമുക്ക് പറയാൻ സാധിക്കും.